ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശേഷിപ്പിൽ നിന്ന് ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം. ശേഷിപ്പിൽ നിന്ന് ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം. ഒന്നുകൂടെ പറഞ്ഞാൽ ലെഫ്റ്റ് ഓവറിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ, പണിയാൻ, വാതിൽ തുറക്കാൻ, മുന്നോട്ട് നമ്മളെ വിടാൻ സഹായിക്കുന്ന ദൈവം. ഇന്ന് പാട്ട് പാടിയതും ആ തീം അദ്ദേഹം പാടിയപ്പോൾ എൻ്റെ ഹൃദയത്തിന് സന്തോഷം തോന്നി. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഡാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെയും 15-ാമത്തെയും വാക്യം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചായിട്ട്. ഡാനിയേൽ, ബുക്ക് ഓഫ് ഡാനിയേൽ 4, ചാപ്റ്റർ 4, 14 and 15. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിന്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ ചിതറിച്ചു കളവീൻ. അതിന്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അതിന്റെ തായ് വേരോ വയലിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോടുകൂടെ നിലത്തെ പുല്ല് ഉപജീവനം ആയിരിക്കട്ടെ. അതിനകത്തിലെ ഒരു വാക്യം മാത്രം ഞാൻ എടുക്കാൻ, 15-ാം വാക്യം, അതിന്റെ തായ്വേര് ഭൂമിയിൽ വെച്ചേക്കണം. മഹാനായ നെബൂഖദ്നേസർ സ്വൈര്യമായി തൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു വലിയ വൃക്ഷം പടർന്നു പന്തലിച്ച് ആകാശത്തിലെ പക്ഷികൾ ഒക്കെ കൂടുവെച്ച് തണൽ നൽകിയ വൃക്ഷം. ഒരു ദൈവദൂതൻ ഇറങ്ങി വന്ന് വെട്ടിക്കളയുവാൻ പറയുന്ന ഒരു സ്വപ്നം. സ്വപ്നത്തിന്റെ മുമ്പിൽ മനസ്സ് വ്യാകുലപ്പെട്ടു. ആമേൻ. അർത്ഥം പറയാൻ ദാനിയേലിനെ വരുത്തി. അപ്പോൾ ദാനിയേലിനോട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിനകത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്, എല്ലാം വെട്ടിക്കളയുക. എന്നാൽ ആമേൻ അതിൻ്റെ സ്റ്റമ്പ്, അതിൻ്റെ കുറ്റി അവിടെ വെച്ചേക്കണം. അതിൻ്റെ കാരണം, കുറ്റിയിൽ നിന്ന് എനിക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും. ഇന്ന് രാത്രി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എല്ലാം അവസാനിച്ചെന്ന് തോന്നിയാലും, എല്ലാ ഡോറും അടഞ്ഞെന്ന് തോന്നിയാലും, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, കുറ്റിയിൽ നിന്ന് നിങ്ങളെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം. പ്രൈസ് ദ ലോർഡ്. കുറ്റിയിൽ നിന്ന് ഉയർത്താൻ കഴിയുന്ന, എല്ലാം അവസാനിച്ചു. ഇനി അവിടെ ഒരു ഡോറില്ല, ഇനി അവിടെ നടക്കത്തില്ല. ആമയോ പറയുന്നത് 14-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ആമേ സ്തോത്രം, വേര് നിലത്ത് പഴകിപ്പോയി, കുറ്റി കെട്ടുപോയി, എന്നാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളിക്കും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഇന്ന് രാത്രി ലൈനിൽ വന്നവരോട് ദൈവം പറയുന്നു, ഒരു പൊട്ടിക്കിളിക്കുന്ന അനുഭവം ദൈവം തരും. 2025 അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തോടും തലമുറയോടുമുള്ള ബന്ധത്തിൽ ആമേൻ പൊട്ടിക്കിളിക്കുന്ന ഒരനുഭവം ദൈവം തരാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുക്കും? ഹല്ലേലൂയ. പ്രവർത്തനം നഷ്ടപ്പെട്ടിടത്ത്, തലമുറയുടെ ജോലി നഷ്ടപ്പെട്ടിടത്ത്, ആരോഗ്യത്തിൽ കാര്യമായ പ്രയാസം വന്നിടത്ത്, ശുശ്രൂഷയ്ക്ക് ഇനി അടുത്ത ഘട്ടം പോകാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നിടത്ത്, തൊടുന്ന എല്ലാ വാതിലും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, പൊട്ടിക്കളിക്കാൻ പോവുകയാണ്. ഒരു കുറ്റി ദൈവം വെച്ചേക്കുകയാണ്. ഒരു ശേഷിപ്പ് ദൈവം, റെമനന്റിനെ ദൈവം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പൊട്ടിക്കിളിക്കുന്ന ഒരനുഭവം ദൈവം ഒരുക്കാൻ പോവാ. എവിടെ നിങ്ങൾ കെട്ടുകിടക്കുന്നു, ആമേൻ, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കത്തിക്കുന്ന പോലും. ആമേൻ. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശപ്പെട്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസർ രാജാവിനോട് ദാനിയേൽ പറയുകയാണ്, നിന്നെ ദൈവം വെട്ടും. സ്വർഗത്തിലെ ദൈവം നിന്നെ വെട്ടാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നീ മൃഗത്തെ പോലെ ആയി മാറും. ആമേൻ. സ്തോത്രം. എന്നാൽ ആമേൻ, മൃഗത്തെ പോലൊരു മാനസിക രോഗിയായി അവൻ മാറ്റപ്പെട്ടെന്നാണ്. ആമേ സ്തോത്രം. എന്നാൽ അവന്റെ മാനസിക രോഗം മാറിയത്, അവന്റെ മെന്റൽ ഡിസീസ് ഹീലായത് എവിടെ വെച്ചാന്നറിയാമോ? ദൈവത്തിന്റെ മുഖത്തോട്ട് അവൻ കണ്ണുയർത്തിയപ്പോൾ.
ആമേൻ അവന്റെ ബുദ്ധി അവന് തിരിച്ചു വന്നു. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ ഒരു സത്യമുണ്ട്, എല്ലാ ട്രീറ്റ്മെന്റും പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ മുഖത്തോട്ട് കണ്ണുയർത്തി നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് ഇന്ന് രാത്രി മടങ്ങി വരുന്ന ഒരു ആരോഗ്യം ദൈവം പകരും. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. 7 വർഷത്തിലോളം അവനൊരു മെന്റൽ പേഷ്യന്റായി, സൈക്കോളജിക്കലി ഒരു സിവിയർ സിക്ക് പേഷ്യന്റായി, ഒരു സ്കിസോഫ്രീനിക്ക് പേഷ്യന്റായി അവൻ മാറ്റപ്പെട്ടപ്പോൾ അവന് സൗഖ്യം വന്നത് ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കിയപ്പോഴാണ്. ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കിയ നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തോട്ട് മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ ഈ രാത്രി ഞാനൊരു ദൂത് പറയാം, സൗഖ്യം വരും, സൗഖ്യം വരും. ആ തളർന്ന് കിടക്കുന്നിടത്തും നീ എഴുന്നേക്കും. നിന്റെ അസ്ഥിക്കകത്ത് ദൈവം ഒരു വിടുതൽ തരും. ഹല്ലേലൂയ. കെട്ടിയിട്ടിരിക്കുന്നിടത്തു നിന്ന് ഒരു വള്ളം ദൈവം വിടുന്നത് പോലെ നിന്റെ ശുശ്രൂഷയിൽ ഒരു അധ്യായം ദൈവം തുറക്കും. നിന്റെ കാലിന്റെ മേൽ, ഞരമ്പിന്റെ മേൽ ദൈവം ജീവൻ കൽപ്പിക്കും. ഹല്ലേലൂയ. നിന്നെ കൈവരയ്ക്കുന്ന പാർക്കിൻസൺസ് രോഗത്തിൽ നിന്ന് ദൈവം നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. സ്ട്രോക്ക് വന്നിരിക്കുന്നിടത്തുനിന്ന് ദൈവം നിന്റെ ഞരമ്പുകളില് ഇന്ന് രാത്രി ജീവൻ പകരും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. എല്ലാ വാതിലടഞ്ഞാലും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഒരു ന്യൂ ചാപ്റ്റർ ദൈവം തുറക്കാൻ പോവാ. ന്യൂ ചാപ്റ്റർ ദൈവം തുറക്കാം. ഇനി ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, ഇനി ഒരു സവാചാർജ് കിട്ടത്തില്ല, ഇനി ഒരു മീറ്റിങ്ങിന് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആരൊക്കെയോ ഈ മീറ്റിങ്ങിലുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നീ പൊട്ടിക്കിളിക്കാൻ പോവുകയാണ്, നീ പൊട്ടിക്കിളിക്കാൻ പോവുകയാണ്, നീ പൊട്ടിക്കളിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറ ആയിരിക്കുന്നിടത്ത് പൊട്ടിക്കളിക്കും. ഹല്ലേലൂയ. വിവാഹം വേർപെട്ടിടത്ത് ദൈവം വഴി തുറക്കും. നിന്റെ കുഞ്ഞുങ്ങൾ ഭാരം തരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സമയമാക്കി ദൈവം തീർക്കും. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം അവസാനിച്ചപ്പോഴും ദൈവം വിളിച്ചു പറയുകയാണ്, തായ് വേര് വെട്ടണ്ട, തായ് വേര് വെട്ടണ്ട, അതിനകത്തുനിന്ന് എനിക്ക് ഇവനെ മടക്കി തരണം, ഇവനെ മടക്കി കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. മഹത്വം ദൈവത്തിനാണെന്ന് നെബൂഖദ്നേസറിനോട് ദൈവം ഇടപെട്ടു. നെബൂഖദ്നേസറിന് ദാനിയേലിനോട് വലിയ പ്രിയമാണ്. ആമേൻ. 13-ാമത്തെ വയസ്സിൽ ദാനിയേൽ ബാബിലോണിൽ ചെന്നെന്നാണ് ചിന്തകർ പറയുന്നത്. അടുത്ത 3 വർഷം വളരെ വിഗറസ് ആയിട്ടുള്ള, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള 3 years ഓഫ് ട്രെയിനിങ്ങിലൂടെ അദ്ദേഹം കടന്നുപോയി. സ്തോത്രം. അദ്ദേഹം കടന്നുപോയി. ഹല്ലേലൂയ. 3 വർഷത്തോളം പേരുമാറ്റി. ആമേൻ. ദാനിയേലിന് രാജ്യത്ത് നെബൂഖദ്നേസറിന് ഇഷ്ടമുള്ള ദൈവത്തിന്റെ പേരാണ് അവന് കൊടുത്തത്. പേര് മാറ്റി. സ്കൂളിൽ പഠിപ്പിക്കുന്ന മന്ത്രവാദമാണ്, മാജിക്കാണ്. ഹല്ലേലൂയ. എന്നാലും ആമേൻ മന്ത്രവും മാജിക്കും ഒക്കെ ആമേൻ സ്തോത്രം സ്കൂളിൽ പഠിച്ചെങ്കിലും പേര് ജാതീയ ദൈവത്തിൻ്റെത് വീണെങ്കിലും വേഷം മാറ്റിയെങ്കിലും ഹൃദയം ദൈവത്തിൽ നിന്ന് മാറിയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ രഹസ്യമായി മുട്ടം മുടക്കിയ ഒരു ദൈവമുണ്ട്. മുറിക്കകത്ത് മുട്ടുമുടക്കും. 17-ാമത്തെ വയസ്സില് ആമേൻ ക്രൂരനായ രാജാവിന്റെ മുമ്പില് സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ ദാനിയേൽ ഇന്ന് നിൽക്കുകയാണ്. ആമേൻ അർത്ഥം കേട്ടപ്പോൾ, സ്വപ്നവും അർത്ഥവും കേട്ടപ്പോൾ ആമേൻ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ആമേൻ 17 വയസ്സുള്ള ചെറുക്കന്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ദാനിയേലിന്റെ പുറയില് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേൻ രാജാവ് പറയുകയാണ്. ഹല്ലേലൂയ. നീ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ ദേശത്ത് നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം ചെയ്യാൻ പോവാണ്, ദൈവം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. പിശാച് വരുന്നത് അറുപ്പാനും മുടിക്കാനും കൊല്ലാനുമാ. എന്നാൽ ജീവൻ തരാൻ ദൈവം വന്നിരിക്കുക. ദൈവം തമ്പുരാൻ ഒന്നും ലേറ്റ് അല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ ലാസറിന്റെ വീട്ടിൽ യേശു എന്നപ്പോഴ് മാർത്തയും മറിയയും ഓടി അവന്റെ അടുത്ത് വന്ന് സങ്കടം പറയുന്നുണ്ട്. മാർത്ത ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ആമേ സ്തോത്രം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. സ്തോത്രം.
ആമേൻ. എന്നിട്ട് അറിഞ്ഞോ അറിയാതെയോ അല്ലെ അവളിലൂടെ ദൈവം സംസാരിക്കുന്ന പോലെ അവൾ അടുത്തൊരു ദൂത് പറഞ്ഞു. ആമേൻ. ഇപ്പോഴും നിനക്കൊന്നും അസാധ്യമല്ല. ആമേൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ നത്തിങ് ഈസ് ടു ലേറ്റ് ഫോർ യു. ഇറ്റ് ഈസ് എവരിതിങ് ഈസ് ടു ലേറ്റ് ഫോർ അസ്. ആമേൻ. ഞങ്ങൾക്കെല്ലാം ലേറ്റ് ആണ്, എന്നാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിനക്ക് ഇന്ന് രാത്രി ലേറ്റ് ആയിട്ടില്ല. ഹല്ലേലൂയ. നീ മടക്കി തരുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ലേറ്റ് ആയെന്ന് പറഞ്ഞാലും, എല്ലാം ലേറ്റ് ആയെന്ന് പറഞ്ഞാലും, ഏജ് ലേറ്റ് ആയെന്ന് പറഞ്ഞാലും, ആയുസ് ലേറ്റ് ആയെന്ന് പറഞ്ഞാലും, എല്ലാം പോയെന്ന് പറഞ്ഞാലും, ദൈവാത്മാവ് പറയുന്നു ഒരു പൊട്ടിക്കിളിപ്പ് ദൈവം തരും. ഒരു പൊട്ടിക്കിളിപ്പ് ദൈവം തരും. മുറിക്കകത്ത് അടച്ചിരുത്താനാണ് പിശാച് നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്നെ ശുശ്രൂഷ തന്ന് ദൈവം പുറത്തിറക്കാൻ പോവുകയാണ്. ദൂരയാത്രകൾ വരെ ഒരുക്കി, ട്രെയിൻ യാത്രകൾ ഒരുക്കി. ആമേൻ. ദൈവം നിനക്ക് പുതിയ മേഖലകളിലേക്ക് ശുശ്രൂഷ തിരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വയനാട് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ദൈവാത്മാവ് പറയുന്നു ആ ദേശത്തൊരു പുതിയ മണ്ഡലത്തിലോട്ട് ദൈവം നിന്നെ കയറ്റിവിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ഇടവഴിയിലൂടെ ഒരു മലയുടെ മുകളിലോട്ട് കടന്നു പോകുന്ന ഒരു നാരോ പാത്ത് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അതിന്റെ മുകളിലായി താമസിക്കുന്ന ഒരു ട്രൈബൽസ് പോലുള്ള ഒരു ഗോത്രങ്ങളെ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്ന ദിവസങ്ങൾ. ശുശ്രൂഷയിൽ ഒരു പുതിയ ചാപ്റ്റർ ദൈവം അവിടെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടഞ്ഞത് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പിടിച്ചു തുറക്കുന്ന പോലെ തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പാട്ടുപാടി ദൈവാത്മാവ് പറയുന്നു സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിനക്ക് ശുശ്രൂഷയില് ദൈവം ഒരു പുതിയ ചാപ്റ്റർ തുറക്കാൻ പോവുകയാണ്. നിന്നെ മുറിക്കകത്തൊന്ന് ഇറക്കാതെ അടച്ചിരുത്താനാണ് ശത്രു നിൽക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് മഹത്വത്തിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കാൻ പോവുകയാണ്. അവസാനിച്ചെന്ന് തോന്നിയിടത്ത് ദൈവം പുതിയ തുറക്കാൻ പോവുകയാണ്. ആരോഗ്യത്തില്, കുടുംബത്തില്, ഹല്ലേലൂയ, ആമേൻ, മെഡിസിനും ഡോക്ടേഴ്സിനും കഴിയാത്ത ചില വിഷയങ്ങളില് വിടുതൽ പകർന്നുകൊണ്ട് ദൈവം നിന്നെ അത്ഭുതത്തിന്റെ സാക്ഷ്യത്തിനായി ഇനി ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവസാനിച്ചിടത്ത് ദൈവം പൊട്ടിക്കിളിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. എല്ലാം അവസാനിച്ചു തോന്നിയാലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ജോയലിന്റെ പുസ്തകം ചാപ്റ്റർ 2 വേഴ്സ് 25 നമ്മൾ വായിക്കുന്നുണ്ട്, വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ ദിവസങ്ങള്. സ്തോത്രം. ആമേൻ. The locust and everything, ആമേൻ, it has been eaten up. Praise the Lord. മുഴുവൻ തിന്നുപോയി. ഇനി ഒന്നും അവിടെ ഇല്ല. പക്ഷെ ദൈവം പറയുകയാണ് ആ സംവത്സരങ്ങൾക്കൊത്തവണ്ണം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. ദൈവത്തിന് സ്തോത്രം. പിശാച് ആമേൻ വായിന്ന് തുപ്പിയിട്ടിരിക്കുന്ന ആ ചപ്പിന്റെ അകത്തുനിന്ന്, ചവറിന്റെ അകത്തുനിന്ന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ചിലത് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അത് കഴിയും. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ നിനക്ക് ദൈവം ലാഭമാക്കി തരും. സ്തോത്രം. ചില വർഷങ്ങൾ പലതുകൊണ്ടും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് ഉള്ളത്തിൽ ഞരങ്ങുന്ന ചിലർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു ആ നഷ്ടം ദൈവം നിനക്ക് പ്രോഫിറ്റാക്കി മാറ്റും. ആ നഷ്ടം ദൈവം നിനക്ക് ലാഭമായി മാറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആമേൻ. യോസേപ്പിന് 13 വർഷമാണ് നഷ്ടപ്പെട്ടത്. സ്തോത്രം. പൊട്ടക്കിണറ്റും പൊത്തിപ്പേറിന്റെ വീടും കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴികളുമായി ആ ദൈവദാസന് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 13 കൊല്ലങ്ങളാണ് വാഗ്ദത്തത്തിന് മേല് ചങ്ങലയിട്ട് പിശാച് നിന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 13 വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രാജാവ് ആളയച്ചു കുണ്ടറയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. അതവന്റെ ടൈമാണ്. സ്തോത്രം. അവൻ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞവർക്ക് ആമേൻ ദൂത് നിവൃത്തിയായി. അവർ ചിലപ്പം ചോദിച്ചു കാണും, ഞങ്ങളോട് പറഞ്ഞ ദൂത് നിവൃത്തിയായല്ലോ, ഈ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൂതന്തിയെ. സ്തോത്രം. ആമേൻ. അത് നിവൃത്തിയായോ? അപ്പക്കാരനും പാനപാത്രക്കാരന്റെ ഒക്കെ ദൂത് നിവൃത്തിയായി. ആ കുണ്ടറയിൽ കിടന്ന അനേകരുടെ ദൂത് നിവൃത്തിയായി. പക്ഷെ ഇവന്റെ ദൂത് നിവൃത്തിയായില്ല. എന്നാൽ പെട്ടെന്നാണ് ദൈവം അവനെ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കുന്നത്. പെട്ടെന്ന് ദൈവം. ആ വാക്ക് ദൈവാത്മാവിനെ വളരെ സ്ട്രെസ്ഫുള്ളി പറയുന്നു. അവൻ പെട്ടെന്ന് ദൈവം വിടുവിക്കുന്ന, പെട്ടെന്ന്
ദൈവം ഹീൽ ചെയ്യിക്കുന്ന, പെട്ടെന്ന് ദൈവം ശുശ്രൂഷയിപ്പിക്കുന്ന, പെട്ടെന്ന് ചില ദൂരത്തുള്ള ചർച്ചിന്റെ ചാർജിന് വേണ്ടി വഴി തുറക്കുന്ന, ഓ ആമേൻ, ഒരു വാതില് ദൈവം തുറക്കാൻ പോവുകയാണ്. വാതില് ദൈവം തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. 1.5 മിനിറ്റ് കഷ്ടിച്ചെടുത്തില്ല സ്വപ്നത്തിന്റെ അർത്ഥം ഫറവോനോട് യോസേപ്പ് പറയാൻ. 1.5 മിനിറ്റ് പോലും എടുത്തില്ല. സ്തോത്രം. സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ആമേൻ, എൻ്റെ അടുത്ത് ചേറ് കൊണ്ടുവരണം, എൻ്റെ അടുത്ത് ചേറിടണം, എൻ്റെ അടുത്ത് ചേറിടണം. ഒരു മോതിരം കൊണ്ടുവരണം, ഒരു മോതിരം കൊണ്ടുവരണം, സ്വർണ്ണ ശരപ്പളി കൊണ്ടുവരണം, അവൻ്റെ കഴുത്തിലിടണം. അല്ലേ, വിളിച്ചു പറയാൻ ആളുകളെ കൊണ്ടുവരണം. 1.5 മിനിറ്റ് കൊണ്ട്, ശ്രദ്ധിക്കുക, 1.5 മിനിറ്റ് കൊണ്ട് 13 വർഷം പിശാച് തടഞ്ഞു വെച്ചത് ദൈവം തിരികെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് പകരമായി ദൈവം നിനക്ക് മിനിറ്റ് കൊണ്ട് ദൈവം നിനക്ക് മടക്കി തരും. മിനിറ്റ് കൊണ്ട് ദൈവം നിനക്ക് മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ശിംശോന്റെ ജീവിതത്തില് നമുക്കറിയാം, ശിംശോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ന്യായാധിപന്മാർ 16:28. ആമേൻ, സ്തോത്രം. ശിംശോൻ പ്രാർത്ഥിക്കുന്ന അവന്റെ ജീവിതത്തിൽ, അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അവന് നഷ്ടപ്പെട്ടു. അവന്റെ കണ്ണ് അവന് നഷ്ടപ്പെട്ടു, അവന്റെ ശക്തി അവന് നഷ്ടപ്പെട്ടു, അവന്റെ കുടുംബം അവന് നഷ്ടപ്പെട്ടു, അവന്റെ ആരോഗ്യം അവന് നഷ്ടപ്പെട്ടു. കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു ശത്രുപാളയത്തിൽ ഒരു കുരങ്ങിനെ പോലെ അവരുടെ മുമ്പിൽ, ഫെലിസ്ത്യന്റെ മുമ്പിൽ കളിപാത്രമായി തീർന്നപ്പോൾ അവസാനമായി അവന്റെ ഹൃദയത്തിൽ നിന്ന് ആമേൻ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. സ്തോത്രം. ദൈവം എന്നെ ഓർക്കും, ദൈവം എന്നെ ഓർക്കും. അവൻ ഉറക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കാമോ, എന്നെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കാമോ. എനിക്കറിയാം എന്നെ ഓർക്കത്തില്ലെന്ന്, ഓർക്കത്തക്കോണം ഒരു നന്മയും എന്നിലില്ല. ആമേ, സ്തോത്രം. നിന്നെ ഞാൻ ആമേൻ അവഗണിച്ചു, ദൈവത്തിന്റെ ദൂത് ഞാൻ തള്ളിക്കളഞ്ഞു. ആമേ, സ്തോത്രം. എന്നെ ഓർക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ആ മഹാ കമ്പാഷൻ നിങ്ങൾ ഓർക്കണം. ഞാനോ നിങ്ങളോ ആണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഓർക്കത്തില്ല. നീ അനുഭവിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിവിട്ടേനെ. എന്നാൽ ദൈവം ഉണ്ടല്ലോ, അവനെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എല്ലാവരും തള്ളിക്കളഞ്ഞ കേസാണെങ്കിലും ഇന്ന് രാത്രി നിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു വിശ്വാസത്തിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഓർക്കുന്ന ദിവസമാണ്, ഓർക്കുന്ന ദിവസമാണ്. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. അവൻ ജീവനോടിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ ആളുകൾ അവന്റെ മരണസമയത്ത് കൊന്നെന്നാണ്. ആ കെട്ടിടം നിന്ന് വൺ ഓഫ് ദ മെയിൻ പില്ലേഴ്സിൽ ഒന്ന് അവൻ ബലം ഉപയോഗിച്ച് പിടിക്കുമ്പോൾ അവന്റെ കൈകളിൽ ദൈവം ഒരു അസാധാരണമായ ശക്തി പകർന്നു. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു. ഇനി ആളുകൾ കൊന്നുകളയുമെന്ന് വിചാരിച്ചിരുന്നാലും അവനിലുള്ള അവന്റെ വിശ്വാസം കണ്ടോ, പ്രാർത്ഥന കണ്ടോ, അവൻ അതിൽ നിന്ന് ആമേൻ വാമൻ ദൈവം അവനെ ഒരു പ്രാവശ്യം കൂടെ ശത്രുവിന്റെ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് ദൈവം അവനെ ഓർത്തു. സഹോദരങ്ങളെ, നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ ചാപ്റ്റർ ദൈവം ഇന്ന് രാത്രി തുറക്കാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. സ്തോത്രം. സമയം ചുരുക്കത്താൽ ഞാൻ വേദഭാഗങ്ങൾ അധികം വായിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ശാമുവേൽ ചാപ്റ്റർ 30, 1 ശാമുവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. ആമേ, സ്തോത്രം. ദാവീദിനെ എല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ഭാര്യമാർ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം ചുട്ടുകരിച്ച് അവൻ മുഴുവനുമായി. സ്വന്തം ആളുകൾ പോലും ദാവീദിനെതിരായി നിന്നു. എന്നാൽ അവിടെ എല്ലാം അവൻ എന്തോ ചെയ്തു? ദൈവത്തിൽ അവൻ ബലപ്പെട്ടു. സ്തോത്രം. അതാ വിഷയം. എല്ലാവരും എതിരായി ചുട്ടുകരിഞ്ഞതുപോലെ കിടക്കുന്നിടത്ത് അവൻ പ്രാർത്ഥനയിൽ ബലപ്പെട്ടപ്പോൾ ദൈവം അവന്റെ മുമ്പിൽ വഴി തുറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദാവീദിനെ ദൈവം സഹായിച്ച്
ആ ചുട്ടുകരിക്കപ്പെട്ടതെല്ലാം തിരികെ കിട്ടാൻ കാരണമായത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ആമേൻ. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഈജിപ്ഷ്യൻ ബാലൻ, ഒരു മിസ്രൈമ്യ ബാല്യക്കാരൻ, വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവനെ ദൈവം ഇവന് വേണ്ടി വിടുതൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമൻ. ആ യാത്രയിലാണ് ദാവീദ് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാല്യക്കാരൻ മരിക്കാനായി കിടക്കുകയാണ്. ആമേ സ്തോത്രം. ആളുകൾ, സൈന്യം അവനെ പൊക്കി എഴുന്നേൽപ്പിച്ച് ദാവീദിന്റെ മുമ്പിൽ കൊണ്ടുവന്നു, രാജാവിന് മുമ്പിൽ കൊണ്ടുവന്നു. ദാവീദ് പറഞ്ഞു അവനെ വെള്ളവും അടയും കൊടുക്കണമെന്ന്. ആമൻ. വെള്ളവും അടയും കാട്ടത്തി പഴവും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഉയരുവീണെന്നാണ് അവൻ പറയാണ്, എന്നെ കൊല്ലത്തില്ലെന്ന് നീ പറയാമെങ്കിൽ ആ ശത്രുപാളയത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. എന്റെ യജമാനൻ എന്നെ തള്ളിക്കളഞ്ഞതാണ്, എന്നാൽ നിനക്കു വേണ്ടി ദൈവം എന്നെ ഇവിടെ വെച്ചതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് തോന്നിയാലും ആമേൻ, ആ ശത്രുപാളയത്തില് അവസാനം ഒരു ശേഷിപ്പിനെ ദൈവം ദാവീദിന് വേണ്ടി വെച്ചു. ദൈവത്തിന് സ്തോത്രം. അവനൊരു വിടുതൽ കൊടുക്കാൻ വേണ്ടി ദൈവം അവിടെ വെച്ചു. വചനം പറയുന്നത് ഒന്നും അവന് നഷ്ടപ്പെട്ടില്ല, എല്ലാം അവന് മടക്കി കിട്ടി. സമ്പത്ത് മടക്കി കിട്ടി. അമാലേക്യൻ അപഹരിച്ചത് മുഴുവൻ അവന് മടക്കി കിട്ടി. ആളുകൾ വരെ അവനോട് പറഞ്ഞു മടക്കി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ആമൻ ദൈവം അവന് ശത്രുപാളയത്തിൽ നിന്ന് ഒരാൾ, ചിലപ്പോൾ ശത്രുക്കളിൽ കൂടെ ദൈവം അത്ഭുതം ചെയ്യും. ഒരിക്കലും ആമേൻ ഒരു ദൈവദാസി ആഹാരമില്ലാതെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആ സ്തോത്രം. പട്ടിണി കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വീടിന്റെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു നിരീശ്വരവാദിയായ വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവരുടെ ഈ പ്രാർത്ഥനയും കരച്ചിലും എല്ലാം അങ്ങ് പ്രയാസമായി തോന്നി. ഇവര് കരഞ്ഞു, ദൈവമേ ബ്രെഡില്ല, ദൈവമേ ബട്ടറില്ല, ദൈവമേ പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞു കിടക്കുമ്പോൾ ആമേൻ ജനല് പൊക്കിയിട്ടാണ് ഇവര് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. ദൈവമില്ലാത്ത നിരീശ്വരവാദിക്കത് വലിയ ദുഃഖമായി തീർന്നു. ഇവരുടെ ഈ പ്രാർത്ഥന ഇയാൾക്ക് വലിയ അസഹ്യമായി മാറി. അവസാനം അയാൾ എന്തോ ചെയ്തു, ഇവരറിയാതെ ആമേൻ 2-3 ബ്രെഡും ബട്ടറും എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് ഇവരുടെ തുറന്നു വെച്ചിരിക്കുന്ന വിൻഡോയിലൂടെ കൊണ്ട് അകത്തിട്ട് കൊടുത്തു. സ്തോത്രം. കാരണം ഇവരുടെ ഈ പ്രാർത്ഥന അങ്ങ് നിർത്താം എന്ന് വിചാരിച്ചതാ. സ്തോത്രം. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇവർ ഉച്ചത്തിൽ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്തോത്രം പറയാൻ തുടങ്ങി, ആമേൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ നിരീശ്വരവാദി പറയും, അയ്യോ ഞാൻ വിചാരിച്ചത് ഇവൾ ഇതുകൊണ്ട് നിർത്തുവെന്ന. അന്നേരം പറഞ്ഞു, അല്ലല്ല, നിർത്താൻ പറ്റത്തില്ല. ആമേൻ. ദൈവമില്ലാത്ത അയലക്കാരനിലൂടെ, എൻ്റെ ശത്രുവിലൂടെ ദൈവം എനിക്ക് ആഹാരം തന്നത് ഓർത്താണ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നത്. ഇന്ന് രാത്രിയില് ഏത് വാതിലടഞ്ഞാലും ശത്രുവിലൂടെ പോലും നിനക്കൊരു മടങ്ങി വരവ് ദൈവത്തിന് തരാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം ആമേൻ സ്തോത്രം. അതിന്റെ 2-ാം വാക്യത്തില് ഒരു വിധവ പ്രവാചക ശിഷ്യനോട് നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആമേ. പ്രവാചകനോ അവളോട് ചോദിക്കും, നിനക്ക് എന്തോ ഉണ്ട്. അവൾ പറയാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. ദൈവദാസൻ പറയാണ്, അത് മതി, ആ ഒരു ഭരണി എണ്ണ മതി. മുറിക്കകത്ത് നീ കേറ്, നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് നീ മുറിക്കകത്ത് കേറ്. ആ മുറിക്കകത്ത് ആമേൻ എണ്ണ പകരാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഒന്നുകിൽ അവളുടെ ഈ എണ്ണ ഭരണിക്കുള്ളിൽ പിന്നെയും പാത്രങ്ങൾ പകർന്ന് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവിടെ റൂഫ് തുറന്ന് ദൈവം റൂഫിലൂടെ എണ്ണ പാത്രത്തിലേക്ക് പകരാൻ തുടങ്ങി. എന്താണെങ്കിലും അവിടെ കടഭാരം മാറി. ശത്രുക്കൾ വന്ന് വാതിക്കൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ച് വലിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രി ആ ശേഷിപ്പിൽ നിന്ന് ദൈവം അവിടെ ബാധ്യത മാറ്റി. ഇന്ന് രാത്രിയില് ഫിനാൻഷ്യൽ ബാധ്യത ഉണ്ടെങ്കിൽ പോലും ദൈവം തമ്പുരാൻ ഒരു ഡോറ് തുറക്കാൻ കഴിയും. കടഭാരങ്ങള്, ലോൺ അടയ്ക്കാൻ കഴിയാത്ത വിഷയങ്ങള്, വീർപ്പുമുട്ടിയിരിക്കുന്ന കാര്യങ്ങള്, പ്രാർത്ഥനാമുറിക്കകത്ത് ഒരു ശേഷിപ്പീന്ന് ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി ഉയർത്താൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സരഫാത്തില് വിധവയുടെ കാര്യം നമുക്കറിയാം. ഒരു ഭരണി എണ്ണ
ഒരു പിടി മാവ് അല്പം എണ്ണ, ഒരു പിടി മാവ് അല്പം എണ്ണ. എന്നാൽ അവിടെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്ര, ഒരു പിടി മാവിൽ നിന്ന് ഒരല്പം എണ്ണയിൽ നിന്ന് അവിടെ ജീവകാലം ശേഷിച്ച് കഴിയാനുള്ളത് ദൈവം ഉയർത്തിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവൾ എടുക്കും തോറും അത് വർദ്ധിച്ചു കൊണ്ടിരുന്നു. ആ ശേഷിപ്പിന്ന് ദൈവം തമ്പുരാൻ അവളെ പൊക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്രം. യോബിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ശേഷിപ്പെന്ന് പറയാൻ തൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടു. മക്കളില്ല, ആടുമാടുകളില്ല, മൃഗങ്ങളില്ല, കഴുതകളില്ല, വേലക്കാരില്ല, ആരുമില്ല, ഒന്നുമില്ല. സീറോ ബാലൻസിൽ നിൽക്കുക, സീറോ ബാലൻസിൽ. സ്തോത്രം. എന്നാൽ ദൈവം അവിടെ പ്രൂവ് ചെയ്ത കാര്യം, സ്തോത്രം, ആരെങ്കിലും ഒരു മോനെങ്കിലും ഉണ്ടായിരുന്നു, ഒരു മോളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരാടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കഴുതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പ്രതീക്ഷയില്ല. മുഴുവൻ അവസാനിച്ചിടത്ത് നിങ്ങൾ കണ്ടോ, കർത്താവ് വിളിക്കുമ്പോൾ ഇരട്ടി നിമിഷം കൊണ്ട് തിരിച്ചു വരിക. ദൈവം ഇതിനെല്ലാം കൂടെ 14,000 7,000 ഒക്കെ ദൈവം ഇങ്ങനെ എവിടെയോ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവസാനം ഇത് കണ്ടോണ്ട് പറയുന്നുണ്ട്, നിനക്ക് സകലവും കഴിയും, നിനക്കൊന്നും അസാധ്യമല്ല, നിനക്ക് സകലവും കഴിയുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവന്റെ ആയുസ് പോലും 70ാമത്തെ വയസ്സിലാണ് ഇത് സംഭവിച്ചെന്നാണ്. അടുത്ത 70 വയസ്സും കൂടെ ദൈവം കൊടുത്ത് 140 സംവത്സരം കാലസമ്പൂർണനായി പൂർണ്ണ വാർദ്ധക്യത്തില് ഇയ്യോബ് മരിച്ചു. എല്ലാം അവസാനിപ്പിച്ചെന്ന് തോന്നിയിടത്ത് ഒരു പുതിയ ചാപ്റ്റർ ദൈവം അവന് വേണ്ടി തുറക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. ഒരു വാക്യം കൂടി. ഇയ്യോബിന്റെ പുസ്തകം 8ാമത്തെ അധ്യായം 7ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 8ാമത്തെ അധ്യായം 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇന്ന് രാത്രിയിൽ അതിന് വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ള ദൂതത, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, പക്ഷേ അതിമഹത്തായ ഒരു ഭാവി ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവാം. ഹല്ലേലൂയ. സ്മോൾ തിങ് ആണ് ബിഗിനിങ്ങിലെങ്കിലും നിന്റെ മഹത്വം ദൈവം വർദ്ധിപ്പിക്കാൻ പോവാ. ദൈവം നിന്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ പോവാ. ദൈവം മഹത്വം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. എത്ര പേര് ഈ രാത്രിയിൽ അത് വിശ്വസിക്കും? ദൈവം തമ്പുരാന് നിന്റെ സ്ഥിതി മഹത്വത്തിലേക്ക് എത്തുമ്പോൾ നിന്റെ ആദ്യ സ്മോൾ സിറ്റുവേഷനിൽ നിന്ന് കാര്യങ്ങൾ ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാനായി ഞാൻ ഉപയോഗിക്കുകയാണ്. സ്തോത്രം. ഈ രാത്രിയിൽ ഇതിലായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് ചില മിനിറ്റുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ പൂർവസ്ഥിതിയേക്കാൾ നിന്റെ ഫ്യൂച്ചർ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. സ്മോൾ ബിഗിനിങ് ആയിരിക്കാം, ഇന്നുള്ളതെല്ലാം ചെറിയതായിരിക്കാം, പക്ഷേ വലിയൊരു മഹത്വം നിന്നെ തേടി വരിക. നിന്റെ വീട് തുറന്ന്, നിന്റെ വീടിൻ്റെ ആ ഗേറ്റ് തുറന്ന്, നിന്റെ ലിവിങ് റൂമിലോട്ട്, ആ റൂമിൻ്റെ അകത്തോട്ട് അതിമഹത്തായ ഒന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരമം ഈ രാത്രി ദൈവം നീട്ടാൻ പോകുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ത്രേസ്യ മനോജ്, ദൈവത്തിന്റെ ആത്മാവ് അവസ്ഥയ്ക്കൊരു വലിയ മാറ്റം വരുത്താൻ പോവുകയാണ്. ആമേൻ. ഭരണിയിൽ എണ്ണ നിറയുന്നത് പോലെ ഇല്ലാത്ത ചെറിയ അനുഭവത്തിൽ ഒരു വലിയ വർധനവ് ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു വഴി തുറന്ന് നിന്നെ മാനിക്കാൻ പോവുകയാണ്. ആമേൻ. ഭയങ്കരമായി ഞെരുക്കപ്പെടുന്ന ചില സിറ്റുവേഷൻ, എന്നാൽ അതിൻ്റെ അകത്തൂടെ ദൈവം ഒരു പുതിയ ഡോറ് തുറന്ന് നിന്നെ ഓണർ ചെയ്യുന്ന ഒരു പുതിയ ചാപ്റ്റർ
ദൈവം തുറക്കാൻ പോവുകയാണ്. ദൈവം തുറക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ലില്ലി, ആമേൻ, ആമേൻ. നേപ്പാൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചില സഹായ ഹസ്തങ്ങൾ നീട്ടാൻ പോവുകയാണ്. നിന്നെ സഹായിക്കാൻ ദൈവം ചിലരോട് ഈ ദിവസങ്ങളിൽ കൽപ്പിക്കാൻ പോവാ. ഒരു വിധവയുടെ കരച്ചിൽ പോലെ നിന്റെ ഭരണിയിൽ എണ്ണ വർദ്ധിക്കും. നിന്റെ ആമേൻ, കലത്തിലെ മാവ് ദൈവം ഉയർത്തും. ഗ്ലോറി, 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 ഗ്ലോറി. പുതിയ മേഖലകളിലോട്ട് ദൈവം നിന്നെ തിരിക്കും. നിന്റെ ഭാവി ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. കരുതാൻ ദൈവം ചിലരെ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു. ഉടാരായ ഒരു ചില പ്രത്യേക ഓർഗനൈസേഷൻ പോലെ ചില സ്ഥാപനങ്ങൾ നിന്നെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് പോലെ ദൈവം ഈ ദിവസങ്ങളിൽ ചില പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ദൈവം പകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. എൽസൻ ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഒരു പുത്തൻ വഴിയ തുറന്ന് മാനിക്കുന്ന ദിവസങ്ങളാണ്. എല്ലാം അവസാനിച്ചെന്ന് തോന്നുമ്പോൾ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു വേടാണ് ദൈവം പറയുന്നത്. പുതിയതൊന്ന് ദൈവം നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ഓ ഗ്ലോറി, ദൈവം ചെയ്യാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. എവിടെയോ ദൂരെ ആയിരിക്കുന്ന ചിലതിന്റെ നന്മകളെ പിശാച് ഒതുക്കി വെച്ചിരിക്കുന്നുണ്ട്. ആമേൻ. അവരുടെ കുടുംബത്തിന്റെ സന്തോഷം കെടുത്തിക്കളയാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ ദൈവം പകർന്ന് ആദരിക്കുന്ന ദിവസമാണ്. ഗ്ലോറി, ഗ്ലോറി. ശുശ്രൂഷയുടെ ചാപ്റ്ററുകൾ തീർന്നിട്ടില്ലെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പുതിയ മേഖലകളിലേക്ക് ദൈവം തിരിച്ച് ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവം അറിയാത്ത ആളുകളെ അയച്ച് സഹായിക്കുന്ന ചില വഴികൾ ദൈവം തുറക്കും. ഗ്ലോറി, 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 ഗ്ലോറി. ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, ആമേൻ, പുതിയ ചാപ്റ്റർ ദൈവം തുറന്ന് മാനിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. മാനിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. അന്നമ്മച്ചാക്കു. പരിശുദ്ധാത്മാവ് പറയും, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ദൈവം നടത്തും. ദൈവം നിന്റെ കുടുംബത്തിൽ നടക്കും. വലിയ കണ്ണുനീര്, ദുഃഖം, ഭാരം ഒക്കെ കടന്നു പോകുന്നു. എന്നാൽ ദൈവം മഹത്തരമായ ഒന്ന് നിനക്ക് വേണ്ടി ചെയ്യും. രക്തത്താല ജയം. തകർന്ന ചില സ്ഥാനത്ത് പണിയാൻ പോകുന്ന പോലെ പണിയും. ആമേ, സ്തോത്രം. മനുഷ്യരുടെ സഹായം നിനക്ക് പലയിടത്തും ലഭിച്ചില്ലെന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവം ഉറവ തുറക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ പരാതികൾ വിട്ട് പ്രാർത്ഥനയിൽ മുഴുകിയാൽ വലിയ ഡോറുകൾ ദൈവം തുറക്കും. നിരാശകൾ മാറട്ടെ. രക്തത്താൽ